നമ്മളങ്ങനെ നമ്മുടെ പാർട്ട് 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. വീഡിയോ പാർട്ട് 1 ആരും കണ്ടിട്ടില്ലേ? പെട്ടെന്ന് തന്നെ പാർട്ട് 1 തന്നെ നമ്മുടെ ചാനലിൽ കയറി കണ്ടോളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കണേ. നമ്മുടെ ഫെയാരി കാറ് നമ്മൾ വാങ്ങാൻ പോകുമ്പോഴാണ് ആലോചിച്ചിട്ട് നമ്മുടെ ഗ്യാരേജ് ഒന്ന് നോക്കിയാലോ. എടാ മോനെ, വണ്ടി ഇവിടെ ഉണ്ടായതായി ഞാൻ മറന്നു. നീയൊക്കെ എപ്പോഴോ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തൊരു മറവിക്കുന്നല്ലേ. നമുക്കിനി വേറെ വലിയ പണികളൊന്നുമില്ല, ഷോറൂമിലൊന്നും പോകണ്ട. ഡയറക്റ്റ് നമ്മൾ നേരെ മോഡിഫിക്കേഷൻ സെൻ്ററിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നേരെ നമ്മൾ മോഡിഫിക്കേഷൻ സെൻ്ററിലോട്ട് പോവാണ്. ഞാനപ്പോൾ ഈ റൂട്ട് പോകാൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു. എൻ്റെ മനസ്സിൽ നിൽക്കാം ഒരു ഷോർട്ട് കട്ട് റൂട്ടുണ്ടല്ലോ, വണ്ടി നിർത്തി തിരിച്ചു നമ്മൾ ഷോർട്ട് കട്ട് റൂട്ട് എടുക്കുകയാണ്. ഷോർട്ട് കട്ട് റൂട്ട് എടുത്തതിന് ശേഷം നമ്മൾ റൈറ്റാണ് എടുത്തത്. സ്ട്രൈറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സോസ്റ്റ് പൊട്ടിക്കുന്ന കാര്യം അത് ചെക്ക് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്കൊരു വാഗണർ കാർ ഞാൻ പിടിച്ചത്. പക്ഷെ വണ്ടിക്കൊരു ഡാമേജ് ഒന്നും ഉണ്ടാക്കുമ്പോൾ ഞാൻ അപ്പം തന്നെ വന്നു. വണ്ടി നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ റോഡിലെല്ലാം വളയുന്നും തിരിയുന്നൊക്കെയുണ്ട് കേട്ടോ. പക്ഷെ ഇടയ്ക്ക് വെച്ച് ചെറിയ എവിടെയൊക്കെയോ ഒരു ഇതുമാതിരി എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. കാറാമാതിൻ്റെതെല്ലാം ഉണ്ട്. നമ്മൾ ഷോറൂം എത്തിയിട്ടുണ്ട്. നേരെ ഷോറൂമിലൂടെ ഏറ്റിയായി. അതുകൊണ്ട് മോഡിഫിക്കേഷൻ പണി തുടങ്ങിയാലാ. മസ്റ്റ് മോഡിഫിക്കേഷനായിട്ട് നമ്മുടെ ബേസിക്കലി വെച്ചിട്ട് സസ്പെൻഷൻ നമ്മളൊന്ന് ഗ്രൗണ്ട് ആക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഗ്രൗണ്ട് ആക്കിയിട്ട് വലിയ വ്യത്യാസം ഉണ്ടെന്ന്. അടുത്തായിട്ട് നമ്മുടെ വീൽ സെക്ഷനിൽ പോയിട്ട് നമ്മുടെ റിമ്മ് മാറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോഡി കളർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, പവർ ഉള്ളത്. നമ്മൾ സ്മോക്ക് കളർ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഹോൺ കയറ്റിയിട്ടുണ്ട് പുതിയ. നമ്മൾ ഗ്ലാസ് കളർ ബ്ലാക്ക് തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റിക്കർ ഫ്രണ്ടിൽ നിങ്ങൾ കാണാത്തൊരു ലോഗോ ആണെന്ന് തോന്നുന്നു. എനിക്കതല്ല, നമ്മളത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സൈഡിലായിട്ടൊരു റെഡ് തീയുടെ ഒരു ഫയറിൻ്റെ ലോഗോ ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലും. ഇതുമായിട്ട് നമുക്ക് റൈറ്റിംഗ് സിസ്റ്റം ഞാൻ റേസിംഗ് ആയിട്ടുള്ളതാണ് ആക്കിയിരിക്കുന്നത്. റേസിംഗ് ഞാൻ മിനിച്ചിട്ടാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ വണ്ടി എടുത്ത് വെള്ളോട്ടിറങ്ങുന്ന സമയത്തായിരുന്നു ഞാൻ ആലോചിച്ചത്, അയ്യോ ഞാൻ റിമ്മിൻ്റെ കളർ ചേഞ്ച് ചെയ്തില്ലല്ലോ. അപ്പോൾ റിമ്മിൻ്റെ കളർ ചേഞ്ച് ചെയ്താൽ വീണ്ടും ഒന്നും കൂടെ നമ്മൾ മോഡിഫിക്കേഷൻ സെൻ്ററിലേക്ക് കയറിയാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റിയ സ്മോക്കൊക്കെ ഗ്രീൻ കളറായിരിക്കുന്നത്. നമ്മൾ റിമ്മിൻ്റെ സെക്ഷനിലോട്ട് കയറുകയാണ്, റിം കളർ സെക്ഷനിലോട്ട്. സെക്ഷൻ ഞാൻ ഗ്രീനാണ് ആക്കുന്നത്. ആ സ്മോക്കിന് ചേർന്ന ഒരു കളറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരെയുള്ള പണിയെന്ന് വെച്ചാൽ ഇതിന് വീണ്ടും നമ്മുടെ ഗ്യാരേജിൽ കൊണ്ടിടുക. നമ്മളിത് ഗ്യാരേജ് കിടക്കുന്ന കാണുമ്പോൾ ഒരു കരിമ്പുലി ഇങ്ങനെ നിവർന്ന് കിടക്കുന്നത് മാതിരിയാണ് തോന്നുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ സ്വന്തം യൂട്യൂബറുള്ള ജോജി തമ്പി എന്ന ഒരു യൂട്യൂബർ എൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പങ്കുവച്ചൊരു ആശയമായിരുന്നു ഇത്. അതുതന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഡ്രിഫ്റ്റിംഗ് പവറൊക്കെ നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാനാണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ സ്മോക്ക് അവിടെ എല്ലാം ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ മൊത്തം പുകച്ച് ഇതാക്കാൻ സാധിക്കും ഈ ഒരു ഫെരാരി കാറിന്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് നല്ലൊരു സ്മോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫെരാരി കാറിൽ കയറ്റിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ പറ്റും സ്മോക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ഏകദേശം കുറച്ച് സമയം പിടിക്കുക സ്മോക്കെല്ലാം പോകാൻ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
എന്ന് കമന്റിലൂടെ പറയണേ. വണ്ടിയുടെയൊക്കെ സ്റ്റിയറിംഗ് സിസ്റ്റവും എല്ലാം അതിനൊത്തൊരു ചേർച്ചയാണ് ഇതിന് ടയറും റിമ്മും എല്ലാം. ബാക്കിൽ എക്സോസിന്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, അത് കണ്ടു തന്നെ നോക്ക്. പവർ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് ആണ് ഞാൻ കയറ്റിയിട്ടുള്ളത്. ഇത് നമ്മുടെ പഴയ എക്സോസ്റ്റ് ആണ്. ഇത് പുതിയ എക്സോസ്റ്റ് ഓൺ ചെയ്യുമ്പോൾ ഈ കളർ മാറി RGB കളറുള്ള എക്സോസ്റ്റ് ആണ് ഞാൻ കയറ്റിയിട്ടുള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ പറയുക. അടുത്ത നമ്മളൊരു നല്ലൊരു റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഗെയിമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിരിക്കും. ബൈ ബൈ.